നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ആത്മീയ ടൂറിസം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിൽ കാനാടിക്കാവ് പോലുള്ള ആരാധനാലയങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുൻപിൽ ജനകീയ സമരം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ IV റെഗുലേറ്റർ കം ഷട്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പെട്ടെന്ന് ഈശ്വരാനുഗ്രഹ സിദ്ധിക്ക് ഉതകുന്ന സമ്പ്രദായമാണ് കൗളമാർഗ ആരാധനയെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തിറവെള്ളാട്ട് മഹോത്സവം ആഘോഷിക്കുന്ന കാനാടിക്കാവിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിശ്വാസികളെ ആകർഷിക്കുന്ന ഒട്ടേറെ തന്ത്ര സമ്പ്രദായങ്ങളുണ്ട്. അതിൽ ഒരു സുപ്രധാന പങ്കാണ് കാനാടി ക്ഷേത്ര സങ്കല്പത്തോട് ബന്ധപ്പെട്ട കവളമാർഗത്തിലുള്ളത്. കവളമാർഗത്തെ വേണ്ടത്ര ഒട്ടേറെ കാരണങ്ങളെ കൊണ്ട് ഞാൻ കാരണങ്ങളിലേക്ക് കടക്കുന്നില്ല, വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഏതായാലും ആളുകൾക്ക് പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയായി ദേവനിൽ നിന്ന് വരദാനം പോലെ അനുഗ്രഹം കിട്ടുന്നത്, ആഗ്രഹങ്ങൾ നടപ്പാക്കാനുള്ള സിദ്ധി ലഭിക്കുന്നത് ഇത്തരം ശാക്തേയ പൂജാ മാർഗത്തിലൂടെയാണെന്നുള്ളതൊരു വസ്തുതയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന, പ്രത്യേകിച്ച് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വരുന്നത് ശബരിമലയാണ്. അപ്പം ഇത്തരം മാർഗങ്ങൾ കൂടി, ശാക്തേയ പൂജയോട് ബന്ധപ്പെട്ട മാർഗങ്ങൾ കൂടി നമ്മുടെ പഠന വിഷയമാക്കണം. ദേവസ്വം ബോർഡും സാംസ്കാരിക വകുപ്പും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റികളുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തണം. ഒരുപക്ഷെ ആ ഗവേഷണത്തിനൊരു പ്രധാന കേന്ദ്രമായി ഇതിനെ മാറ്റണമോ വേണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. മാറ്റിയാൽ ഒരുപക്ഷെ ഉപയുക്തമെങ്കിൽ അത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഈശ്വരവിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്ന കാലഘട്ടമാണിത്. നിരീശ്വരവാദം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശബരിമലയിൽ ഇത് പ്രകടമാണ്. ഇതര ശാസ്താക്ഷേത്രങ്ങളിൽ പോകാതെ കൂടുതൽ പേരും ശബരിമലയിലേക്ക് പ്രവഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള വ്യത്യസ്തമായ ആളുകൾക്ക് ശബരിമലയിലേക്ക് എത്തിപ്പെടാൻ എന്താണ് കാരണം? ഡൽഹിയിലുള്ള ഒരാൾ യാത്ര ശ്രമിച്ചുപെടുത്താൻ കാരണം എന്താ? റിസൾട്ട്. അവരുടെ മനസ്സിന് ആശ്വാസം പകർന്നു നൽകുന്ന, അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന, അവരാഗ്രഹിക്കുന്ന പോലെ കിട്ടുന്നത് കൊണ്ടാണ് ആളുകൾ ഈ ബാക്കി ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇവിടേക്ക് എത്തുന്നത്. മറ്റേ ഞാൻ കുറച്ച് കാണുകയല്ല. അതിൽ ഒരു തിയറി ഉണ്ട്, ഞാനത് പറഞ്ഞത് വിവാദമാകുന്നുള്ളതുകൊണ്ടാണ്. ഒരു പുസ്തകം തന്നെ അതിനെ സംബന്ധിച്ച് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ചാത്തൻ സങ്കല്പത്തോട് ബന്ധപ്പെട്ട അംശം ശബരിമലയോട് ബന്ധപ്പെടുത്തിയുള്ള പുസ്തകങ്ങൾ എഴുതിയ ഒരു പുസ്തകത്തിന്റെ കഴിച്ചു. ഗോവയിൽ ടൂറിസമാണ് പ്രധാന വരുമാന മാർഗം. കേരളത്തിൽ ആത്മീയ ടൂറിസം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിൽ കാനാടിക്കാവ് പോലുള്ള ആരാധനാലയങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള പങ്കുവഹിക്കാൻ കഴിയുമെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ആത്മീയ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കാവുന്ന അനന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ആത്മീയ ടൂറിസം, ഞാൻ ആ വാക്ക് വീണ്ടും അണ്ടർലൈൻ ചെയ്യാണ്. ഞാൻ ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും യാത്ര ചെയ്ത ആളാണ്. ഞാനതിന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത് പറയുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായി നടൻ സുരേഷ് ഗോപി തന്നെയായിരിക്കുമോ എന്നത് പാർട്ടി നേതൃത്വമാണ് പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ശ്രീധരൻപിള്ള പറഞ്ഞു. അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. രാഷ്ട്രീയമില്ല. എല്ലാം സർവശക്തന്റെ കയ്യിലാണ്. പാർട്ടി തീരുമാനമാണ്. പാർട്ടിയും അദ്ദേഹവുമാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയും അദ്ദേഹവും തീരുമാനിക്കും. രാവിലെ കാനാടിക്കാവിലെത്തിയ ഗോവ ഗവർണറെ പഞ്ചവാദ്യത്തോടെ സ്വീകരിച്ചു. മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി പൂച്ചെണ്ട് സമ്മാനിച്ചു.
സൈജു കാനാടി, ശൈലേഷ് കാനാടി, കൃഷ്ണരാജ്, ശ്രീകൃഷ്ണൻ തുടങ്ങിയവരും BJP നേതാക്കളും പ്രവർത്തകരും ഭക്തരും സ്വീകരണ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ച് ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം ജോഷ് മെഡിക്കൽസിൽ വെച്ച് നടന്ന ക്യാമ്പ് ലയൺസ് ഡിസ്ട്രിക്ട് 318D മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണി ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റുമാരായ ഇ വേണുഗോപാൽ, ആന്റണി സേവ്യർ, തൃപ്രയാർ ലയൺസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റുമാരായ ആന്റണി എ, രഘു പുളിക്കൽ, മാധവ മേനോൻ, NM സുരേഷ്, KR പ്രതാപൻ, രോഷ്, ലയൺസ് ക്ലബ് സെക്രട്ടറി രാമചന്ദ്രൻ KK, രേഖ, രഘു പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് അംഗങ്ങളായ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി ജോസഫ്, ബിന്ദു സുരേന്ദ്രൻ, സോജ രാമചന്ദ്രൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ 54 വയസ്സായിട്ടുള്ള ഒരു രോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാൽവ് ട്രബിളാണ്, പെട്ടെന്ന് മാറ്റിവെക്കണം, നിന്റെ സഹായം വേണമെന്നാണ് മാഷ് ആവശ്യപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, മാഷ് അയാൾ ശരിക്കും ഒറിജിനൽ പാവമാണോ? അതേടെ ഒറിജിനൽ പാവമാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാഷെ പാവങ്ങളെ നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല, അത് മാഷക്ക് അറിയുമെന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷനോട് നേരത്തെ പറഞ്ഞത് ഇതിനൊരു സംഘാടക സമിതി ഉണ്ട്, ഒരു കൺവീനർ ഉണ്ട്, ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ മാഷെ പഠിപ്പിക്കാനൊന്നും ഞാൻ ആരുമല്ല, മാഷ ഒരു കാര്യം ചെയ്യും, കൺവീനർ കൂടെ എന്നെ ഒന്ന് വിളിക്കാൻ പറ്റും, ഈ സംഭവം ഞാൻ ശരിയാക്കി തരാം, 5 മിനിറ്റ് മതി. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ഇന്റർനാഷണലിന്റെ പ്രധാന പദ്ധതികളിലൊന്നായ പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി തീരദേശത്തെ സ്കൂളുകളിൽ മാലിന്യം തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാവശ്യമായ വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവ്യർ വേസ്റ്റ് ബിന്നുകൾ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷെരീഫയ്ക്ക് കൈമാറി. ലയൺസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റുമാരായ ആന്റണി എ പദ്ധതി വിശദീകരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ് സെക്രട്ടറി രാമചന്ദ്രൻ KK, ട്രഷറർ രേഖ, രഘു പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് അംഗങ്ങളായ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി ജോസഫ്, ബിന്ദു സുരേന്ദ്രൻ, സോണിയ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുക്കി പണിത എടമുട്ടം ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനവും ലയൺസ് തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരന്റെ ഔദ്യോഗിക സന്ദർശനവും കുടുംബ സംഗമവും നടന്നു. ഇതോടനുബന്ധിച്ച് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും നടന്നു. എടമുട്ടം ലയൺസ് ക്ലബ് പ്രസിഡന്റ് അജിത് തറയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ട്രഷറർ ജയസിംഗ്, സദാനന്ദൻ അരയമ്പറമ്പിൽ, MG മോഹനൻ, PN സുജിന്ത്, സീന മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഞാൻ എന്റെ വീരസാഹസങ്ങൾ പറയാനല്ലോടെ വന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ഞാനത് ഡയറക്ടർ ബോർഡിൽ പറഞ്ഞു. വളരെ സർവീസ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്, വളരെ ഭംഗിയായിട്ട് സർവീസ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. വി സെർവ് എന്ന മോട്ടോ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എടമുട്ടത്തും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് മാസ്മര വലയം തീർക്കുന്ന എടമുട്ടം ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മളൊക്കെ സർവീസ് ചെയ്യാനായിട്ട് ഞാൻ ബോർഡിൽ പറഞ്ഞു. നമ്മളൊക്കെ കരഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരികയും മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിടയി പറയുകയും ചെയ്യുന്ന
ജീവിതം എന്ന നമ്മുടെ യാത്രയില് നമ്മൾ കടന്നു പോകുന്ന പാതകളിൽ എവിടെയൊക്കെ നിങ്ങളുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ നിങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അത് മാത്രമേ ബാക്കിയുള്ളൂ. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. ഏങ്ങണ്ടിയൂരിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ജലവിതരണം നടത്തുക, വർഷങ്ങളായി ജലം ലഭ്യമാകാത്ത ഗാർഹിക കണക്ഷനുകളിൽ ജലം ലഭ്യമാക്കുക, തകർന്ന പൈപ്പുകൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യേട്ട അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ, വൈസ് പ്രസിഡന്റ് MG ഘോഷ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ്, PR രാജി, ജമിത സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്കും സമരത്തിനും ചെമ്പൻ ബാബു, ഉഷ പുരുഷോത്തമൻ, ലത്തീഫ് കെട്ടുമ്മൽ, PV അജയൻ, KA മുഹമ്മദ് റഷീദ്, ലത ഉദയൻ, ഷോണി സുനിൽ എന്നിവർ പ്രസംഗിച്ചു. നൽകേണ്ട ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി മനുഷ്യജീവന് വില നൽകിക്കൊണ്ട് അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന പോലെ തന്നെയാണ് കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടമാണ് ഏങ്ങണ്ടിയൂരിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുറെ നാളുകളായി നിരന്തരമായ വ്യത്യസ്തങ്ങളായ സമര പരിപാടികൾ നടന്നുവരുന്നത് നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ഏങ്ങണ്ടിയൂരിൽ നടന്ന പുതിയ NH റോഡ് വരുന്നതിന്റെ ഭാഗമായി, റോഡ് വരുന്നതിനും വികസനമൊന്നും ഞങ്ങൾ എതിരല്ല, അതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന കുടിവെള്ള പദ്ധതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ അത് പൂർത്തീകരിച്ചതിന് ശേഷം റോഡ് നിർമ്മാണം മതി എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് നിർമ്മാണം തടഞ്ഞ് ബന്ധപ്പെട്ട NHന്റെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്ത് വരുത്തുകയും ഇന്നാണ് അവരുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാൻ തീരുമാനിച്ചത്. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് 318D നേതൃത്വത്തിൽ നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്നിവയിലെ അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി പരിശീലനത്തിന് നേതൃത്വം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാഭിനി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും CPR എന്നുള്ളത് അല്ലേ? CPR എന്താണ്? കാർഡിയോ പൾമനറി റെസസിറ്റേഷൻ. അപ്പോൾ ഈ കാർഡിയോ എന്ന് പറയുമ്പോൾ എന്താണ്? കാർഡിയോ ഹാർട്ട്, ഹൃദയ സംബന്ധമായ. പൾമനറി എന്താണ് പൾമനറി? ശ്വാസകോശ സംബന്ധമായ അല്ലെ? റെസസിറ്റേഷൻ, നമ്മളൊരാളെ ജീവിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്? ഹൃദയം നിന്നു പോകുമ്പോൾ. ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു ചെറിയ ബാനർ കൂടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണ്? എവറി സിറ്റിസൺ ക്യാൻ ബി എ ലൈഫ് സേവർ. ആർക്കും പ്രൊവൈഡഡ്, ആർക്കും ഒരു ജീവൻ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. ഈവൻ നമുക്ക് മെഡിക്കൽ പ്രൊഫഷനിലൊന്നും ആവണമെന്നില്ല. തട്ടി പിടിക്കണം, രണ്ട് കൈ കൊണ്ടും ആർ യു ഓക്കെ എന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, എഴുന്നേൽക്കുകയാണെങ്കിൽ, കണ്ണു തുറക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാം? CPR കൊടുക്കണം? നോ. എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിനോട് നമുക്ക് പറയാം, എങ്ങനെയോ നിങ്ങൾ ബോധം കെട്ട് വീണിരുന്നു, നിങ്ങൾ ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ ഈസ് എ മസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും കാണണം, ഡോക്ടറെ കാണണം, ആശുപത്രിയിൽ പോകണം, ചിലപ്പോൾ MRI എടുക്കണം. എന്താ? ഫ്യൂച്ചറിൽ അദ്ദേഹം വീണ്ടും കുഴഞ്ഞു വീഴാലോ. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവ്യർ അധ്യക്ഷനായിരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ആന്റണി AA പദ്ധതി വിശദീകരിച്ചു. ലയൺസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റുമാരായ P മാധവ മേനോൻ, രഘു പുളിക്കൻ, ഹെഡ്മിസ്ട്രസ് സുനിത, ലയൺസ് ക്ലബ് സെക്രട്ടറി രാമചന്ദ്രൻ KK എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ട്രഷറർ രേഖ, രഘു പുളിക്കൻ, അംഗങ്ങളായ ബിന്ദു സുരേന്ദ്രൻ, സോണിയ ആന്റണി, SN ട്രസ്റ്റ് സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ ചുമതല വഹിക്കുന്ന ബീന, സിമ്പിൾ, ഹിമ, കരുണാകരൻ തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇടവേള. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കും.
ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 5-ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6-ന് രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് തിരുവമ്പാടി മഠത്തിലവരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7-ന് രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ IV റെഗുലേറ്റർ കം ഷട്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുട്ടുകായലിലൂടെ ഉപ്പുവെള്ളം കയറുന്നത് തടയുക ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുട്ടുകായൽ ചീപ്പിന് സമീപം നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. വാർഡംഗം ദിൽ ദിനേശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ ജമാലു, മുൻ പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി, ബ്ലോക്ക് അംഗം KB സുരേഷ് കുമാർ, മെമ്പർമാരായ സരിത ഗണേശൻ, ശ്രീകല ദേവാനന്ദ്, സുജിത്ത് MS, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സജീവൻ, സെക്രട്ടറി AL തോമസ്, ചെറുകിട ജലസേചന വകുപ്പ് തൃശൂർ ഡിവിഷൻ എഞ്ചിനീയർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നടുവിൽക്കര ഗ്രാമത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ശുദ്ധജല പ്രശ്നത്തിനും കാർഷിക മേഖലയുടെ തളർച്ചയ്ക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ IV റെഗുലേറ്റർ കം ഷട്ടറിന് സാധിക്കും. സംസ്ഥാന സർക്കാരിന്റെ 1,46,00,000 രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് പദ്ധതിയുടെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയിരുന്നെങ്കിലും പ്രളയവും കൊറോണയും മൂലം പദ്ധതി നിർവഹണം നീളുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുട്ടുകായൽ വഴിയുള്ള ഉപ്പുവെള്ള കയറ്റത്തിന് പരിഹാരം കാണാനും ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള മുട്ടുകായലിലെ ജലം പൂർണ്ണമായും ഉപയോഗപ്രദമാക്കാനും കഴിയും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക സംസ്കാരത്തിന് പേരുകേട്ട നടുവിൽക്കരയിലെ കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കാനും വയലിപ്പാടത്ത് നെൽകൃഷി ആരംഭിക്കാനും സാധിക്കും. ഷട്ടർ നിർമ്മാണം പൂർത്തിയായാൽ മഴക്കാലങ്ങളിൽ ശുദ്ധജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് തടയാനും മുട്ടുകായൽ ആഴം കൂട്ടി ശുദ്ധജലം സംഭരിച്ച സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിക്കാനും സാധിക്കും. ഏകദേശം 120 ഹെക്ടർ കാർഷിക ഉൽപ്പാദനം നമുക്ക് ഇപ്പോൾ ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായി കൃഷിക്ക് നമുക്കറിയാം ഉപ്പുവെള്ളം ഗുണകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും ഗുണകരമായ വിധത്തിലാണ് ഈ പദ്ധതി നടപ്പാകുന്നത്. ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി തരിശുഭൂമി നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റാൻ പറ്റും.
അതുപോലെ നിലവിലുള്ള കൃഷിഭൂമിയിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലേക്കും ഇടപെടാൻ കഴിയും. ഡിസംബർ 31, ജനുവരി 1, 2 തീയതികളിൽ ഡൽഹി തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന 12ാമത് നാഷണൽ ഹാപ്കിഡോ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം 119 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ആതിഥേയരായ ഡൽഹി 2ാം സ്ഥാനവും മധ്യപ്രദേശ് 3ാം സ്ഥാനവും നേടി. മത്സരത്തിൽ പങ്കെടുത്ത മണലൂർ ജൂഡോ അക്കാദമിയിലെ കുട്ടികളെയും മാസ്റ്റർ KC ഷൈനയെയും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആദരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, മുൻ പഞ്ചായത്ത് അംഗവും മണലൂർ ജൂഡോ അക്കാദമി രക്ഷാധികാരിയും KPCC സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, മുൻ വൈസ് പ്രസിഡന്റ് പുഷ്പ വിശ്വംഭരൻ, അംഗങ്ങളായ ഷോയ് നാരായണൻ, കവിത രാമചന്ദ്രൻ, ടോണി അത്താണിക്കൽ, ജിൻസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. SNGS HSS അധ്യാപകരായ പ്രസൂൺ, ഷാജി, മണലൂർ ജൂഡോ അക്കാദമി അംഗങ്ങൾ, കൂർക്കഞ്ചേരി ചാമ്പ്യൻസ് അക്കാദമി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. അരിമ്പൂർ പഞ്ചായത്തിൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന പ്ലാന്റ് സജ്ജമായതായി ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 6 വൈദ്യുതി മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന സംരംഭത്തിന് തന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്ന ആദ്യ പഞ്ചായത്തായി അരിമ്പൂർ മാറിയെന്ന് ഭരണസമിതി പറഞ്ഞു. കാർബൺ ന്യൂട്രൽ നാടിനായി പഞ്ചായത്ത് ഒരുക്കിയ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദന പ്ലാൻ ശനിയാഴ്ച വൈകിട്ട് 3 വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നാടിന് സമർപ്പിക്കുക. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനാകും. TN പ്രതാപൻ MP മുഖ്യാതിഥിയാകും. മികവാർന്ന ആസൂത്രണത്തോടെ സൗരോർജ്ജ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലും അനുബന്ധ കെട്ടിടമായ കുടുംബശ്രീ ഓഫീസിലുമായാണ് സോളാർ പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇരു കെട്ടിടങ്ങളിലായി 102 പാനലുകൾ സ്ഥാപിച്ച് 55 കിലോവാട്ട് വൈദ്യുതി ദിനംപ്രതി ഉൽപ്പാദിക്കുകയാണ് ലക്ഷ്യം. 2022-23 വർഷകാലത്തെ മുഴുവൻ തുകയായ 46,81,500 രൂപ ചെലവഴിച്ച് അനർട്ട് മുഖേന തൃശൂരിലെ ബിങ്കാസ് ഇലക്ട്രോണിക്സ് ആൻഡ് സോളാർ സിസ്റ്റം എന്ന സ്ഥാപനമാണ് നിർമ്മാണം. ഇതോടെ ജില്ലയിൽ തന്നെ ഒരു പഞ്ചായത്ത് അനുബന്ധ ഓഫീസ് കെട്ടിടങ്ങളിൽ ഒരുക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജ ഉൽപ്പാദന പഞ്ചായത്തായി മാറുകയാണ് അരിമ്പൂർ. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN സുർജിത്ത്, ജിമ്മി ചൂണ്ടൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K. സിദ്ദിഖ്, തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹരിദാസ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ K. രാകേഷ്, ഷിമി ഗോപി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറവ് സെയിന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 കപ്പൽപ്പള്ളി തിരുനടയിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മമാർ തിരുനാൾ ആശംസകൾ നേർന്ന് റോസാപ്പൂക്കൾ വിതരണം ചെയ്യും. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനു വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ആദ്യ റോസാപ്പൂ നൽകുന്നതോടെ റോസാപ്പൂ വിതരണം ആരംഭിക്കും. തുടർന്ന് പ്രസിദ്ധേന്തി വാഴിക്കൽ, ആഘോഷമായി ദിവ്യബലി എന്നിവ നടക്കും. മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ലതീൻ, നൊവേന, തിരുശേഷിപ്പ് വണക്കം. വൈകിട്ട് 6:45 ദീപക്കപ്പലും ദീപപന്തലും സ്വിച്ച് ഓൺ ചെയ്യും. 7 കൂട് തുറക്കൽ ശുശ്രൂഷ. വൈകിട്ട് 7:30 അരിമ്പൂർ വേളാങ്കണ്ണി മാതാ കപ്പിളയിൽ നിന്ന് പുഷ്പ കുരിശു എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പരമ്പരാഗത ക്രിസ്ത്യൻ വേഷങ്ങൾ അണിഞ്ഞ് അമ്മമാരും മാർഗംകളി വേഷമണിഞ്ഞ് പെൺകുട്ടികളും അണിനിരക്കും. തിരുനാളിനെത്തുന്ന എല്ലാവർക്കും സൗജന്യമായി റോസാപ്പൂക്കൾ വിതരണം ചെയ്യും. വിതരണത്തിനുള്ള റോസാപ്പൂക്കൾ കർണാടകയിലെ റോസാപ്പൂന്തോട്ടങ്ങളിൽ നിന്നാണ് പള്ളിയിൽ എത്തിച്ചത്. ഉയർന്ന ഗ്രേഡിലുള്ള ഫസ്റ്റ് റെഡ്, ഗ്രാൻഡ് ലാല, താജ്മഹൽ, റെഡ് റിബൺ, റോയൽ ക്ലാസ് എന്നീ ഇനത്തിലുള്ള ചുവപ്പ്, റോസ്, മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, വെള്ള, ഗോൾഡൻ, റെഡ് ടീ, നീല, റെഡ് ആൻഡ് വൈറ്റ് എന്നിങ്ങനെ 10 നിറങ്ങളുള്ള റോസാപ്പൂക്കളാണ് വിതരണം ചെയ്യുന്നത്. മുള്ളും ഇലകളും നീക്കി വിതരണത്തിനു വേണ്ടി തയ്യാറാക്കുന്ന പൂവൊരുക്കം പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ, പബ്ലിസിറ്റി കൺവീനർ വിറ്റസ് വിൻസെന്റ്, ജനറൽ കൺവീനർ പോൾ കൊളന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. കലാകായിക പ്രേമികൾക്കായി കേതിൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ കേതിൽ സ്പോർട്സ് ആൻഡ് ട്രോഫി കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു.
മുൻ സന്തോഷ് ട്രോഫി താരം വി സുർജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. സ്പോർട്സിൽ വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അതിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്, സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമുള്ള സംഭവങ്ങളാണ്. അതായത് ഒരു ഇൻസ്പിറേഷനാണ് ഈ ട്രോഫികൾ, മൊമെൻറ്റോസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി മാത്രമായുള്ളൊരു ഷോപ്പ് പൊതുവേ നമ്മുടെ ജില്ലയിൽ കുറവാണ്. അപ്പോൾ ഈ സ്ഥാപനം വലിയൊരു വിജയമായി തീരട്ടെ. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, കാഞ്ഞാണി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് MPGs, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. മൊമെൻറ്റോസിനും ട്രോഫിക്കും വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഇന്ന് നമ്മളുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് തുടക്കം കുറിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ട്രോഫിയും മൊമെൻറ്റോസിനുള്ള സ്ഥാപനം വരെ ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ സെക്രട്ടറിയും അങ്ങ് സൂചിപ്പിച്ചു. അപ്പോൾ അത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, പിന്നെ എല്ലാത്തിനും നമ്മൾ മൊമെൻറ്റോസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിൽ നമ്മൾക്ക് പണ്ടൊക്കെ കൊടുത്തിരുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് ഫലകങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ മൊമെൻറ്റോസ് കൊടുക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തികച്ചും അനിവാര്യമായ ഒരു സ്ഥാപനം കാഞ്ഞാണി ഹൃദയഭാഗത്ത് വന്നതിൽ പഞ്ചായത്തിന് ഏറ്റവും അതിയായ സന്തോഷമുണ്ട്. ഈ കാഞ്ഞാണി പള്ളിക്കുന്നത്ത് ബിൽഡിംഗിലെ 1ാം നിലയിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിൽ സ്പോർട്സ് ഐറ്റംസ്, മെമന്റോസ്, ഗ്ലാസ് ട്രോഫികൾ, വുഡ് ട്രോഫികൾ, വിവിധതരം മെഡലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച ഡിസൈനുകളും ചെയ്തു കൊടുക്കും. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9400. ഓർഡറുകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും 9400860885 അല്ലെങ്കിൽ 8714046221 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാഞ്ഞാണിയിൽ ഇല്ലാത്തൊരു സംരംഭമാണത്. വടംപള്ളിയിലായാലും മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട് ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് വരണം ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നും. എങ്കിലും ഇത് ചെയ്തതിലൊക്കെ വളരെ സന്തോഷം. ഇവർക്ക് എല്ലാവരുടെ ആശംസവും നേർന്നു. ആരംഭിക്കാനായിട്ടൊരു അവസരം ദിനീഷ് കാണിച്ചതിൽ വളരെ എന്താ പറയുക, ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിജയാശംസകളും നേരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ആത്മീയ ടൂറിസം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിൽ കാനാടിക്കാവ് പോലുള്ള ആരാധനാലയങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏങ്ങണ്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിനു മുൻപിൽ ജനകീയ സമരം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ IV റെഗുലേറ്റർ കം ഷട്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.